ട്യൂഷന് പോകാതെ ഫുൾ എ പ്ലസ് നേടാൻ കഴിയുമോ? സത്യം ഞാൻ പറയാം. എല്ലാവർക്കും ഹായ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് വിദ്യാർത്ഥികളുടെ മനസ്സിലുള്ള ഒരു ചോദ്യത്തെക്കുറിച്ചാണ്. ട്യൂഷന് പോകാതെ നല്ല മാർക്ക് വാങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ പലർക്കും ഒരു തോന്നലുണ്ട്, എല്ലാവരും ട്യൂഷന് പോവുകയാണ്, അതിന് ട്യൂഷൻ ഇല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടില്ല എന്ന്. പക്ഷെ അത് ശരിയാണോ? എൻ്റെ ഉത്തരം അല്ല എന്നാണ്. ട്യൂഷന് നമ്മളൊരു സഹായമാണ്, പക്ഷേ നമ്മുടെ വിജയത്തിലേക്കുള്ള ഏക അല്ലെങ്കിൽ ഒരേ ഒരു വഴി മാത്രമല്ല. ഓരോ വർഷവും കേരളത്തിൽ ആയിരക്കണക്കിന് കുട്ടികൾ ട്യൂഷൻ ഇല്ലാതെ മികച്ച മാർക്ക് നേടുന്നുണ്ട്. കാരണം മാർക്ക് തീരുമാനിക്കുന്നത് ട്യൂഷനല്ല, നിങ്ങളുടെ പഠനത്തിൻ്റെ രീതിയാണ്. ഇപ്പോൾ ട്യൂഷനില്ലാതെ മികച്ച മാർക്ക് നേടാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതാണ്. പല കുട്ടികളും വിചാരിക്കുന്നത് ഇപ്പോൾ മനസ്സിലായില്ലെങ്കിലും വൈകിട്ട് ട്യൂഷനിൽ ചെന്ന് പഠിക്കാൻ പറ്റുമല്ലോ ട്യൂഷന് പോകുന്ന കുട്ടികൾക്ക് എന്നാണ്. പക്ഷേ ട്യൂഷൻ ഇല്ലെങ്കിൽ ക്ലാസ് തന്നെയാണ് നിങ്ങളുടെ പ്രധാന പഠന സമയം. ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ വീട്ടിൽ വീണ്ടും വന്നിട്ട് പഠിക്കാൻ എളുപ്പമാവും. ഡൗട്ട് വന്നാൽ അപ്പോൾ തന്നെ ചോദിക്കുക. ഡൗട്ട് കൂട്ടി വയ്ക്കുമ്പോൾ അടുത്ത ചാപ്റ്ററും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഉദാഹരണത്തിന് ഫിസിക്സിൽ നിങ്ങൾ ഫോഴ്സ് മനസ്സിലാക്കാതെ പോയാൽ പിന്നീടുള്ള ന്യൂട്ടൺസ് ലോ ഒന്നും പഠിക്കാൻ പ്രയാസമാവില്ലേ? ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ടിപ്പ് നമ്പർ 2 ആണ് അതേ ദിവസം തന്നെ റിവിഷൻ ചെയ്യുക എന്നുള്ളത്. നമ്മുടെ തലച്ചോറ് പുതിയ വിവരങ്ങൾ വളരെ വേഗം മറക്കും. അതുകൊണ്ടാണ് അന്നേ ദിവസം 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ റിവിഷൻ ചെയ്യുക. റിവിഷൻ ചെയ്യുമ്പോൾ പഠിച്ചത് ദീർഘകാല ഓർമ്മയിലേക്ക് മാറും. പിന്നീട് പരീക്ഷയ്ക്ക് മുമ്പ് എല്ലാം വീണ്ടും പഠിക്കേണ്ട അവസ്ഥ കുറയും. ഉദാഹരണം, ഇന്ന് പഠിച്ച ബയോളജി ചാപ്റ്റർ ഇന്ന് രാത്രി 20 മിനിറ്റ് വായിച്ചാൽ ഒരാഴ്ച കഴിഞ്ഞാലും അത് കൂടുതൽ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവും. ടിപ്പ് നമ്പർ 3 ആണ് വായിക്കുന്നത് മാത്രം പോരാ എന്നുള്ളത്. എഴുതിയും പഠിക്കണം. നമ്മൾ പുസ്തകം നോക്കി വായിക്കുമ്പോൾ എല്ലാം അറിയാമെന്ന് തോന്നും, പക്ഷേ പുസ്തകം അടച്ചിട്ട് എഴുതാൻ പറഞ്ഞാൽ പല കാര്യങ്ങളും മറന്നുപോകും. അതുകൊണ്ട് പഠിച്ച ശേഷം പുസ്തകം അടച്ച് പ്രധാന പോയിന്റുകൾ എഴുതുക. ഇതിലൂടെ നിങ്ങൾക്ക് അറിയാത്ത ഭാഗങ്ങൾ കണ്ടെത്താം. ഉദാഹരണം, ഒരു 5 മാർക്കിൻ്റെ ചോദ്യത്തിന് വീട്ടിൽ എഴുതി പരിശീലിച്ചാൽ പരീക്ഷയിൽ അതേ ഉത്തരം വേഗത്തിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ടിപ്പ് നമ്പർ 4 ആണ് ആദ്യം ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക, എന്നിട്ടൊരു ഗൈഡ് നോക്കി പഠിക്കുക എന്നുള്ളത്. പരീക്ഷയുടെ അടിസ്ഥാനം തന്നെ ടെക്സ്റ്റ് ബുക്കാണ്. അതായത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് എക്സാമിന് കൂടുതൽ വരിക. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് നമ്മൾ പുറത്തുനിന്നുള്ള ഗൈഡൊക്കെ വായിക്കുന്നത് വളരെ എളുപ്പമാകും. ക്രമം ഇങ്ങനെ ആകണം: ആദ്യം ടെക്സ്റ്റ് ബുക്ക്, പിന്നെ ക്ലാസ്സിൽ നിന്ന് തരുന്ന നോട്ട്സ്, പിന്നെ ഗൈഡ്. ഓക്കെ. ടിപ്പ് നമ്പർ 5 എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. പഴയ ചോദ്യപേപ്പറുകൾ നോക്കുമ്പോൾ ഏത് ടോപ്പിക്കുകളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കും. ഇത് പരീക്ഷയുടെ രീതിയും സമയനിയന്ത്രണവും പഠിക്കാൻ സഹായിക്കും. ഉദാഹരണം, കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വരുന്നുണ്ടെങ്കിൽ ആ ഭാഗം നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധിക്കണം. ടിപ്പ് നമ്പർ 6, ചെറിയ ലക്ഷ്യങ്ങൾ വയ്ക്കുക. ഇന്ന് മുഴുവൻ കെമിസ്ട്രി ചാപ്റ്ററും പഠിച്ച് തീർക്കും എന്ന് പറയുന്ന വലിയ ലക്ഷ്യങ്ങൾ വയ്ക്കാതെ ഇന്ന് ഈ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ച് തീർക്കാൻ പറ്റും, ഇന്ന് മാത്സിലെ 10 പ്രോബ്ലംസ് ചെയ്യും, ഇങ്ങനെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ വയ്ക്കുക. ഓരോ ചെറിയ ലക്ഷ്യവും പൂർത്തിയാകുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം കൂടും. ടിപ്പ് നമ്പർ 7 ആണ് ഡൗട്ട് മനസ്സിൽ വെക്കരുത് എന്നുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഉടൻ ചോദിക്കുക. സ്കൂൾ ടീച്ചർ ആയിക്കോട്ടെ, സുഹൃത്തായിക്കോട്ടെ, യൂട്യൂബിൽ നമുക്കുണ്ട്, ലൈബ്രറിയിൽ പോയാൽ നമുക്ക് പുസ്തകങ്ങൾ കിട്ടും. എല്ലാം പഠന സഹായമാണ്. ഒരു ചെറിയ ഡൗട്ട് പോലും പിന്നീട് വലിയ പ്രശ്നമാകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് എപ്പോഴാണ് ഡൗട്ട് വരുന്നത് അത് നിങ്ങൾ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുക. ടിപ്പ് നമ്പർ 8, ദിവസവും ഒരു സമയത്ത് പഠിക്കുക എന്നാണ്. നമ്മുടെ തലച്ചോറ് ഒരു ശീലം രൂപപ്പെടുത്തും. എല്ലാ ദിവസവും ഒരേ സമയത്ത് പഠിച്ചാൽ ആ സമയമാകുമ്പോൾ തന്നെ പഠിക്കാൻ നമ്മുടെ മനസ്സ് തയ്യാറാക്കും. ദിവസവും 1 മണിക്കൂർ സ്ഥിരമായിട്ട് പഠിക്കുന്നത് ഒരു ദിവസം 6 മണിക്കൂർ പഠിച്ച് പിന്നെ 3 ദിവസവും ഒന്നും പഠിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ്. ടിപ്പ് നമ്പർ 9, മൊബൈൽ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ ശ്രദ്ധ തിരിയും, പിന്നെ വീണ്ടും പഠനത്തിലേക്ക് തിരികെ വരാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് സൈലൻറ്റ് മോഡ് ഇടുക, നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യുക, ഫോൺ കയ്യിൽ നിന്ന് അകലെ വയ്ക്കുക. ഉദാഹരണം, 30 മിനിറ്റ് നിങ്ങൾ ഫോണില്ലാതെ പഠിച്ചാൽ 2 മണിക്കൂർ ഇടയ്ക്ക് ഫോൺ നോക്കി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് കഴിയും. ടിപ്പ് നമ്പർ 10 ആണ് മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യരുതെന്നുള്ളത്. നിങ്ങളുടെ ഫ്രണ്ട്സ് 2 ട്യൂഷന് പോകുന്നുണ്ടാവും, അവൾക്ക് എല്ലാ സൗകര്യവും ഉണ്ടെന്ന് വിചാരിക്കരുത്. ഇങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ ആത്മവിശ്വാസം കുറയും. നിങ്ങളുടെ മത്സരക്കാരൻ ഇന്നലത്തെ നിങ്ങളാണ്. ഇന്ന് ഇന്നലത്തേക്കാൾ കുറച്ചുകൂടി പഠിച്ചോ എന്ന് മാത്രം നോക്കുക. ട്യൂഷൻ ഒരു ഷോർട്ട് കട്ടൊന്നും അല്ല, അതൊരു സപ്പോർട്ട് സിസ്റ്റം മാത്രമാണ്. പക്ഷെ പഠിക്കേണ്ടത് നിങ്ങളാണ്. വിജയത്തിൻ്റെ യഥാർത്ഥ ഫോർമുല എന്ന് പറയുന്നത് ശ്രദ്ധയോടെ ക്ലാസ്സിലിരിക്കുക, ദിവസം റിവിഷൻ ചെയ്യുക, എഴുതി പ്രാക്ടീസ് ചെയ്യുക, ഡൗട്ടുകൾ ഉടൻ ചോദിക്കുക, സ്ഥിരമായിട്ട് പഠിക്കുക.
ഈ 5 കാര്യങ്ങൾ തുടർച്ചയായിട്ട് ചെയ്താൽ ട്യൂഷൻ ഇല്ലാതെ മികച്ച മാർക്ക് നേടാൻ നല്ല സാധ്യതയുണ്ട്. സോ വിജയത്തെ തീരുമാനിക്കുന്നത് ട്യൂഷൻ അല്ല, നിങ്ങളുടെ പഠനശീലവും സ്ഥിരതയും. അവസാനമായിട്ട് ഒരു കാര്യം മാത്രം പറയാം, ട്യൂഷന് പോകുന്നവർ വിജയിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. സോ ട്യൂഷന് പോകാത്തവർ മാത്രം വിജയിക്കുമെന്നും ഞാൻ പറയുന്നില്ല. വിജയിക്കുന്നത് ആരാണെന്ന് അറിയാമോ? സ്ഥിരമായിട്ട് പഠിക്കുന്നവരാണ്. നിങ്ങൾക്ക് ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഇല്ലായിരിക്കാം, പക്ഷെ ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളുടെ പരിശ്രമം എന്നത്. പണം കൊണ്ട് ട്യൂഷൻ വാങ്ങാൻ കഴിയും, പക്ഷെ ആത്മാർത്ഥമായിട്ട് പഠിക്കാനുള്ള ശീലം നമുക്ക് വാങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ ഒരു തീരുമാനം എടുക്കുക. ട്യൂഷൻ ഇല്ല എന്ന കാരണത്തേക്കാൾ ഞാൻ ദിവസവും പഠിക്കും എന്ന തീരുമാനത്തിന് പ്രാധാന്യം കൊടുക്കുക. ഒരു പക്ഷേ ഇന്ന് ആരും നിങ്ങളെ വിശ്വസിക്കില്ല, പക്ഷേ ഒരു ദിവസം നിങ്ങളുടെ റിസൾട്ട് എല്ലാവരെയും വിശ്വസിപ്പിക്കും. സോ ആ ദിവസം നിങ്ങൾ അഭിമാനത്തോടെ പറയാൻ കഴിയണം, എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നില്ല, പക്ഷേ എനിക്ക് ആത്മവിശ്വാസവും പരിശ്രമവും ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചെങ്കിൽ ട്യൂഷന് പോകാൻ കഴിയാത്തൊരു സുഹൃത്തിനും ഇത് ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള സ്റ്റഡി ടിപ്സും വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസിനുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Until then, keep learning, keep growing, and all the very best for your exams.